ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ രണ്ടാം പ്രതി മുരാരി ബാബുവിന്റെ പെരുന്നയിലെ വീട്ടിൽ നിർണായകമായ രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തി. ചങ്ങനാശ്ശേരി പെരുന്നയിലെ വീട്ടിൽ നടന്ന പരിശോധനയിൽ സാമ്പത്തിക ഇടപാട് രേഖകളാണ് SIT പിടിച്ചെടുത്തത്. സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ BJPയുടെ രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പുരോഗമിക്കുന്നു. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. അലക്സ്, ഗുഡ് മോർണിംഗ്. ഈ പെരുന്നയിലെ മുരാരി ബാബുവിൻ്റെ വീട്ടിലെ പരിശോധന ഇന്നലെയാണ്. പരിശോധന അവസാനിച്ചോ? എന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ? കുറച്ചധികം ആരോപണങ്ങൾ ഇയാളുടെ പേരിൽ ഉയർന്നു വരുന്നുണ്ടല്ലോ. SKN ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റു എന്നതിനോടകം SITക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബാംഗ്ലൂരിലുള്ള സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന് വിറ്റു എന്ന് ഗോവർദ്ധൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്വർണം വീണ്ടെടുക്കുന്നതിനുള്ള ഈ തെളിവെടുപ്പടക്കം നടത്തി ഈ സ്വർണം ഈ തൊണ്ടി മുതൽ വീണ്ടെടുക്കുന്നതിനുള്ള നടപടികളാണ് SIT ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് കേസിന് കൂടുതൽ ശക്തി പകരും. അതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ബാംഗ്ലൂരിലും അതുപോലെ ബെല്ലാരിയിലും ഒക്കെ തെളിവെടുപ്പ് നടത്തുകയാണ് SIT സംഘം. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം അങ്ങനെ പുരോഗമിക്കുന്നു. മറ്റൊരു വശത്ത് രണ്ടാം പ്രതിയായ മുരാരി ബാബു ഇപ്പോൾ റിമാൻഡിലാണ്. മുരാരി ബാബുവിന്റെ വീട്ടിൽ ഇന്നലെ പെരുന്നയിലെ വീട്ടിൽ SIT സംഘം 4 മണിക്കൂർ നീണ്ട പരിശോധനയാണ് നടത്തിയത്. ഈ പരിശോധനയിൽ ചില നിർണായകമായ സാമ്പത്തിക രേഖകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകളാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് വീട്ടിൽ ഈ പരിശോധന നടത്തുന്നതും ഈ സാമ്പത്തിക രേഖകൾ കണ്ടെടുക്കുന്നതും. മുരാരി ബാബുവിന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മറ്റു ചില കേസുകളിലും സമാനമായി ബന്ധമുണ്ട് എന്ന കണ്ടെത്തൽ SITക്കും അതുപോലെ അന്വേഷണ സംഘത്തിനുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങുന്ന നടപടികളുമായി SIT സംഘം മുന്നോട്ട് പോവുകയാണ്. മനസ്സിലാക്കുന്നത് 29-ന് മുരാരി ബാബുവിനെ കസ്റ്റഡി വാങ്ങുന്നതിനുള്ള അപേക്ഷ നൽകുകയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യും. അതിനുശേഷം വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി മറ്റു നടപടികളിലേക്ക് കടക്കുന്നതിനുള്ള ആലോചനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. SIT എന്താണെങ്കിലും ഇതിന് പിന്നിൽ തന്നെയുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം മുരാരി ബാബുവിനെ കൃത്യമായി ചോദ്യം ചെയ്യുന്നുണ്ട്, മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.